ഓക്കെ. ഒന്നുകൂടെ റെഡി. പക്ഷേ മഴ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലേ. പപ്പ ഓടിയോ? നമസ്കാരം. ട്രാവൽ ഡയറി യൂട്യൂബ് ചാനലിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ 6 മണിയായിട്ടുണ്ട്. നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് കുറേ നാളത്തെ ആഗ്രഹമാണ്. നെല്ലിക്ക മലയിലേക്കാണ് പോകുന്നത്. ഇവിടുന്ന് കുടപ്പനമൂട് അവിടെ നിന്ന് അടുത്താണെന്ന് പറയുന്നുണ്ട്. ഒരുപാട് പേര് ചാനലിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ നമുക്കും ഒന്ന് പോകണം. അപ്പോൾ ഇന്ന് രാവിലെ ഞാനും പപ്പയോടെ പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇപ്പോൾ ഞാൻ ലാബിലാണുള്ളത്. ഇതാണ് നമ്മുടെ മുണ്ടല ജംഗ്ഷൻ. അപ്പോൾ ആരും മുണ്ടല ജംഗ്ഷൻ ഉണർന്നിട്ടില്ല. തിരക്കുകളൊന്നും ആയിട്ടില്ല. നമുക്ക് പോകുന്ന വഴികളും തിരക്കുകൾ കാണത്തില്ല. എളുപ്പമായിരിക്കും. 6 മണിയായിട്ടുണ്ട്. തിരക്കുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പോയി അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടുവരാം. മുണ്ടയിൽ നിന്ന് ഏകദേശം 27 കിലോമീറ്ററാണ് നമുക്ക് കുടപ്പനമൂട് ജംഗ്ഷൻ വരെ ഉള്ളത്. ആദ്യം തന്നെ ചൂടോടുകൂടി ഒരു ചായ കുടിച്ചതിന് ശേഷം ഇന്നത്തെ യാത്ര തുടങ്ങാം. ചായയൊക്കെ കുടിച്ചു. നല്ല റോഡാണ്. നമുക്ക് മുണ്ടേല, പുതുക്കുളങ്ങര, ആര്യനാട്, കള്ളിക്കാട് അങ്ങനെ തുടങ്ങി ആ റൂട്ടിലാണ് നമ്മൾ വരുന്നത്. അത്യാവശ്യം നല്ല റോഡ് തന്നെയാണ്. ഏകദേശം ഇങ്ങ് എത്താറായപ്പോൾ മാത്രമാണ് കുറച്ച് ദൂരം റോഡ് പണി നടക്കുന്നത്. വളരെ തിരക്ക് കുറഞ്ഞ റോഡുമാണ്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വരാനും സാധിക്കും. ഈ കാണുന്നതാണ് ഇമ്മാനുവേൽ കോളേജിലേക്ക് പോകുന്ന വഴി. പറഞ്ഞു കേട്ടിട്ടുണ്ട് നമുക്ക് നെല്ലിക്ക മലയിൽ നിന്ന് നോക്കിയാൽ വളരെ വ്യക്തമായിട്ട് ഇമ്മാനുവേൽ കോളേജ് കാണാമെന്ന്. എന്തായാലും തന്നെ നമുക്ക് പോയി നോക്കാം. ഈ യാത്ര കുറച്ച് ലെങ്ത് കൂടുതലായിരിക്കും. ഒരു ഓഫ് റോഡ് പിന്നെ ട്രക്കിങ് ഇതെല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു യാത്രയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫീൽ കിട്ടണമെങ്കിൽ നമ്മൾ പോകുന്ന വഴികളും ബൈക്ക് പോകുന്ന വഴികളും നടന്നു പോകുന്ന വഴികളൊക്കെ നമ്മൾ കണ്ടാൽ മാത്രമേ അതിൻ്റെ ഒരു ഫീൽ നമുക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് കുറച്ച് ലെങ്തിലാണ് ഈ വീഡിയോ പോകുന്നത്. മുഴുവനായിട്ടും എല്ലാവരും കാണണേ. എന്തോ ഒരു വ്യത്യാസം. നെല്ലിക്ക മല പോകാൻ വേണ്ടി ഇതാണ് വഴി. ഇവിടെ ഈ കയറ്റം കയറി നിന്നിട്ട് ഇടത്തോട്ട് റോഡ്. ഓക്കെ. എവിടെ അല്ല ഏട്ടാ, കാണാൻ വേണ്ടി ഹിൽ പോയിന്റ് പാറയുണ്ടല്ലോ. പാറ അത് തന്നെ. സി എസ് ഐ പള്ളി ഇവിടെയാണോ? സി എസ് ഐ പള്ളി നേരെ പള്ളിയിലെ മേളിൽ പോവാം. ഊട്ടിട്ട് പോകണം. റോഡ് തന്നെ മോശം. ഈ കയറ്റം കയറിട്ട് ലെഫ്റ്റ് സൈഡ്. ശരിയാണ്. ഓക്കെ. വണ്ടി ലോഡ് കയറ്റം കയറിക്ക് ലെഫ്റ്റ് സൈഡല്ലേ? ഇതാണ്. പിന്നെന്തിനാ അപ്പുറത്തെ സൈഡ് കാണിച്ചു? സി എസ് ഐ നെല്ലിക്ക മല എത്തിയാറ ഡിസ്ട്രിക്ട്. നനയേണ്ടി വരും. മുതലാണ്. അല്ല, ബൈക്ക് പോവും. പപ്പ ഇറങ്ങിക്കോ. ഞാനേ പതുക്കെ പോവാം. എന്നിട്ട് അവിടെ എവിടെയെങ്കിലും നിർത്താം. വണ്ടിയിൽ നിന്ന് എന്തോ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. 2 പേര് വെച്ച് കയറി വന്നുകൊണ്ടായിരിക്കണം.
പപ്പ നടന്നു വരുന്നത്. നമുക്കിവിടെ ഒരു ചെറിയൊരു പാറ കണ്ടു. നെല്ലിക്കമലയ്ക്ക് പോകുന്ന വഴിക്കുള്ള ഫസ്റ്റ് നമ്മൾ കുറച്ച് ദൂരം ഇങ്ങനെ അകത്തോട്ട് കയറുമ്പോൾ ഉള്ള ഒരു ചെറിയൊരു വ്യൂ പോയിൻ്റാണിത്. ഒരു പാറ, പിന്നെ ഇത്രയും വൈഡായിട്ടുള്ളൊരു വ്യൂ നമുക്ക് കാണാം. ദൂരെയൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ കാണാം. ഒരു മെയിൻ റോഡ് അവിടെ കാണാം. ഇമ്മാനുവൽ കോളേജ് ഇവിടെ കാണാം. പിന്നെ ദൂരെ ഉള്ള സ്ഥലങ്ങളെ പേരുകൾ നമുക്കറിയില്ല. ഇവിടെ ഇങ്ങനെയാണ്, നല്ല ആഴത്തിലോട്ടുള്ള കുഴിയാണ്. കൂടുതൽ അങ്ങോട്ട് പോവാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ഇവിടെയൊക്കെ വീടുണ്ട് വരുന്ന വഴി. ഇവിടുന്ന് ആണ് നമ്മളിങ്ങോട്ട് വന്ന വണ്ടി അവിടെ ഇരിപ്പുണ്ട്. ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോകണം. പപ്പ മുകളിലോട്ട് കയറി പോയിട്ടുണ്ട്. രണ്ടുപേർക്കൂടെ വണ്ടിയിൽ പോകുന്ന കാര്യം പാടാണ്. നമുക്ക് വണ്ടി ഏതുവരെ പോകാൻ പറ്റുമോ അതുവരെ പോയിട്ട് ബാക്കി നടന്നു പോകണം. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇവിടുന്ന് മുന്നോട്ട് പോവാം. ഫുള്ളും കല്ല് ഇളകിയ റോഡാണ്. സൈഡിലൊക്കെ ചെറിയ വീടുകളൊക്കെ ഉണ്ട്. എത്ര ദൂരം മുന്നോട്ട് പോകണമെന്ന് അറിഞ്ഞൂടാ. വഴിയിലൊക്കെ ആരെങ്കിലുമൊക്കെ കാണുമായിരിക്കും. നമുക്ക് ചോദിച്ചു പോവാം. മാപ്പ് ഈ വഴി കാണിക്കുന്നുണ്ട് എന്തായാലും. മുകളിലോട്ടൊക്കെ വീടുണ്ട്. അത്യാവശ്യം ഇത്തരം കയറ്റവും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇവിടെ വീടുകളൊക്കെ ഉണ്ട്. ഇവിടെ 2 റോഡ് തിരിയുന്നുണ്ട്. പപ്പ എങ്ങോട്ട് പോയെന്നറിയില്ല. നെല്ലിക്കാമല വ്യൂ പോയിന്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്. നമുക്ക് ഇടത്തോട്ടാണ് പോകാതെ. ആലം ഹിൽസ് എന്ന് പറഞ്ഞ് വലത്തോട്ട്, നെല്ലിക്കാമല വ്യൂ പോയിന്റ് ഇടത്തോട്ട്. ആംല ഹിൽസ് എന്നാണ് വലത്തോട്ട് വെച്ചിട്ടുള്ളത്. പപ്പ ഇതുവഴി തന്നെ പോകുന്നുണ്ട്. ജീപ്പ് ഇതുവഴി പോകും കേട്ടോ. അടിപൊളിയായിട്ട് ഓഫ് റോഡ് ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് ജീപ്പ് ഇതുവഴി പോകും. ബൈക്ക് കുഴപ്പമില്ല, അത്യാവശ്യം പോകുന്നുണ്ട്. പപ്പ കയറിക്കോ. ഞാൻ വിചാരിച്ചു നീ അങ്ങോട്ട് പോയെന്ന് അതും വ്യൂ പോയിന്റ് തന്നെയല്ലേ എഴുതിക്കുന്ന? ആംല ഹിൽസ് എന്നല്ലേ? അതായത് വ്യൂ പോയിന്റ് ഇങ്ങോട്ട് തന്നെ എഴുതിക്കുന്നല്ലേ? വീടുകളൊക്കെ ഉണ്ടല്ലേ? ഓ വേണ്ട, ഇറങ്ങും. അപ്പം അപ്പുറത്ത് കയറാമേ, ചാടിയാലും മതിയേ. പോണോ? ഞാൻ പോണോ? പോവോ? നോക്കാം അല്ലേ? വിട്ടര വേണ്ട.
ഓഫ് റോഡ് വണ്ടികൾ പോകാനുള്ള സ്ഥലത്ത് നമ്മുടെ യമഹ ഫേസർ കയറി പോവുകയാണ്. അയ്യോ അടിപൊളി. ഇറങ്ങിക്കോ. മജി ഒരു കുഞ്ഞരുവി. ഇത്രയും തിരിച്ചിറങ്ങണം ഈ വണ്ടിയും കൊണ്ട്, അതൊരു ടാസ്ക്കാണ്. കൊള്ളാം. ഇവിടെ കൈ വെക്കേണ്ടി വരും, അല്ലെങ്കിൽ പോവില്ല. കൈ വെക്കേണ്ടി വരും. ഇത്ര ഇടക്കയറി നോക്കാം. ഒരു കൈ വെച്ചാൽ മതി. ഓക്കെ. നിൽക്കേ. ഒന്നുകൂടെ. റെഡി. ഓ ഇത് വീടാണ്, ഫാക്ടറിയാണ്. കിണർ, ബാത്റൂമൊക്കെ ഉണ്ട്. സ്ഥലം കൊള്ളാം. ഇനി എന്തായിരുന്നാലും അയ്യോ വണ്ടിയെ കൊല്ലാൻ ഞാനില്ല. ഇവിടെ വയ്ക്കാം. ഇത്രയും ദൂരം വന്നല്ലേ, റെസ്റ്റ് ചെയ്യട്ടെ. അടിപൊളി ചേട്ടാ. നീല കളറ് അല്ലേ? ഇത് തന്നെ വാൽക്കുളം ആണോ? ആണോ? ഒരു സൈഡ് കണ്ടത് അങ്ങ് അവിടെ ആളിറങ്ങാൻ പറ്റുന്ന രീതിയിൽ അടിപൊളി നീല കളർ. നീല കളർ. പക്ഷെ മഴ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലേ? അതില് ആണോ? ഓക്കെ. അപ്പം നമ്മൾ ഇത്രയും ദൂരം ബൈക്കിൽ നടന്നു മറ്റൊക്കെ കയറി ഇതുവരെ വന്നിട്ടുണ്ട്. ഇനി കുത്ത് കയറ്റമാണ്, അതങ്ങോട്ട് ബൈക്കിൽ പോകുന്നില്ല. എവിടെയോ മഴ പെയ്യുന്നുണ്ടെന്ന് തോന്നണം കേട്ടോ. അപ്പോൾ ആണോ കാറ്റാണോ? ആ എന്ത് ചെയ്യും, മുന്നോട്ട് പോകാം. അതങ്ങനെ കയറി നിൽക്കാം. അപ്പോൾ ഓടിയോ മഴ? അതുകൊണ്ട് അവിടെ നല്ല മഴയാണ്. ഈ സാഹചര്യത്തിൽ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഈ ചാനലിലെ വീഡിയോകൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാൻ പറ്റും, വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ അത് മറക്കണ്ട. നല്ല മഴയാണ്. മഴ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താഴെ നിന്ന് പറഞ്ഞ പോലെ തന്നെ മഴ പെയ്തു. നമ്മൾ ഏകദേശം മുകളിലെത്തി. ഇതുവരെ തന്നെ വണ്ടി വരും. അപ്പോൾ ഇനിയൊന്ന് മഴ തോർന്നിട്ടേ മുന്നോട്ട് പോവുള്ളൂ. ക്യാമറ ഓക്കെ. അപ്പോൾ നമുക്ക് ഇതുവരെയാണ് വണ്ടി വരുന്നത്. അങ്ങോട്ടൊരു വഴി കാണിക്കുന്നുണ്ട്. ഇവിടെ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞൊരു വീടുണ്ട്. നമുക്ക് മഴ പെയ്തു.
കുറച്ച് നേരം കയറി. നമ്മളതിൽ കുടയില്ല, കുറച്ച് നേരം കയറി. നമ്മൾ ഇതുവഴിയാണ് വന്നത്. ഇനി ഇങ്ങോട്ടൊരു വഴി കാണിക്കുന്നുണ്ട്, പോസ്റ്റൊക്കെ ഉണ്ട്, കറണ്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവഴി വന്നു, നമ്മളിങ്ങോട്ട് പോവുകയാണ്. ഇവിടെയാണ് ഞാൻ പറഞ്ഞ ഒരു വീട് കിടക്കുന്നത്. ഇങ്ങോട്ടാണെന്ന് തോന്നുന്നു. ഇവിടെ ചോദിക്കാനൊന്നും ആരുമില്ല. ഇവിടെയാണ് നടന്നു പോയിട്ടുള്ളൊരു വഴി കാണുന്നത്. ഇതുവഴി അകത്തോട്ട് പോവാം. ഇത് തന്നെയാണ്. വീഡിയോസിലൊക്കെ ഈ ഒരു പാറ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്തൂടെ അങ്ങോട്ട് നടന്ന് കയറാം. അപ്പാ എവിടെ ഒരുമിച്ച് പോവാം. വരണം ഒരുമിച്ച് പോവാം. ഓക്കെ, അപ്പോൾ എത്ര ദൂരം നടക്കാണ്ടെന്ന് അറിഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. ഇവിടെ ഒരു വലിയൊരു പാറ കാണുന്നുണ്ട്. ഒരു ചെറിയൊരു നടവഴി മാത്രം, അത് മാത്രമേ ഉള്ളൂ. നടന്നു പോയിട്ടുള്ള ആ ഒരു ലക്ഷ്യം വെച്ച് പോവുകയാണ്. വേറെ വഴിയൊന്നും തിരിഞ്ഞിട്ടില്ല നമ്മൾ അവിടെ നിന്ന് വന്നതിന് ശേഷം. ഭാഗ്യം, അങ്ങനെ മഴ തോർന്നു. അടുത്തൊരു പാറപ്പുറത്തേക്ക് നമ്മളെത്തുകയാണ്. ഒരു വൈഡായിട്ടുള്ളൊരു വ്യൂ. ഇത് നമ്മുടെ ദ്രവ്യപ്പാറ ആ സംഭവമൊക്കെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ദ്രവ്യപ്പാറ അല്ലെങ്കിൽ കൊണ്ടകെട്ടി, മാതാമല, ആ പാറകളാണെന്ന് തോന്നുന്നു എനിക്ക്. ഇതിവിടെ കുറേ കണ്ടു കേട്ടോ ഇത് ഈ സംഭവം. അടിപൊളി. ഇത് ഒരു പാറപ്പുറമാണ്. പാറപ്പുറത്താണ് ഈ സംഭവം ഇത്രയും പുല്ലുകളൊക്കെ വളർന്ന് നിൽക്കുന്നത്. പുല്ല്, ചെടി, പൂക്കൾ, അങ്ങനെ ഉള്ള കാര്യങ്ങൾ. 1 2 3 4 ചെറുതല്ല വലിയ പാറകൾ. പേര് കറക്റ്റ് അറിയില്ല. അപ്പോൾ ഇങ്ങനെ എന്നാൽ ഇവിടെ നിന്നൊരു വലിയൊരു വ്യൂ ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇല്ല, അപ്പോൾ ചറക്കരുത്, അത് മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊള്ളാം അല്ലേ? ഇത് വല്ല ഫുള്ള് പാറ എന്നല്ല അത്.
ഇത് മറ്റേ പുറത്തിപ്പം ചെടിച്ചട്ടിയിലാക്കി വിൽക്കുന്നുണ്ട് ഈ സംഭവം. ഇവിടെ വന്നാൽ മതിയല്ലോ ഇഷ്ടം പോലെ. അതാ നമുക്ക് അങ്ങോട്ടായിട്ടും ഉണ്ടെന്ന് തോന്നാം കേട്ടോ വഴി. അങ്ങോട്ടൂടെ പോയി നോക്കാം. നോക്കട്ടെ വഴി ഉണ്ടാന്ന്. അവിടെ തിരിയുന്നുണ്ടോ? അട്ട വല്ലതും ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, ഇതിപ്പോൾ കുറച്ച് ദൂരം വന്നിട്ടുണ്ട്. പക്ഷേ ഇനിയും ദൂരം കാണിക്കുന്നുണ്ട്. പക്ഷേ വഴി എങ്ങോട്ടാണെന്നൊരു പിടുത്തമില്ല. ഇവിടെ അപ്പോൾ ഇവിടെ നിന്നൊരു വഴി തിരിയുന്നുണ്ട്. ഇങ്ങോട്ട് പോവാം. ഓക്കെ, കുറച്ചും കൂടി വിശാലമായിട്ടുള്ളൊരു വ്യൂ പോയിൻ്റാണ് ഞാൻ കണ്ടത്. പിന്നെ മാപ്പിൽ നോക്കിയപ്പോഴത്തേക്ക് കുറച്ചുകൂടെ ദൂരം കാണിക്കുന്നുണ്ട്. സംഭവം ഒരു കാടിൻ്റെ ആംബിയൻസ് തന്നെയാണ് ഇതിനകത്ത് വരുമ്പോൾ. പിന്നെ കൊന്ന മരങ്ങൾ, പിന്നെ വെറൈറ്റി ആയിട്ടുള്ള കുറേ വള്ളിച്ചെടികൾ, പൂക്കൾ, അങ്ങനെയൊക്കെയുള്ള, പിന്നെ ഇതുപോലെ പുല്ല്, അങ്ങനെയൊക്കെ സംഭവം വെറൈറ്റി ആയിട്ടുണ്ട്. പിന്നെ പറങ്കി മാങ്ങയുടെ, പിന്നെ വേറെ കുറേ മരങ്ങൾ, ചെടികൾ, കാര്യങ്ങളൊക്കെ വെറൈറ്റി ആയിട്ട് നമ്മൾ സ്ഥിരം കാണുന്നതല്ലാതെ കുറേ ചെടികളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അവിടെ ഒരു ചെറിയൊരു പാറ ഉണ്ട്, ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് അവിടെ ചെറുതായിട്ട്. നമുക്ക് മെയിൻ വ്യൂ പോയിൻറ്റിലോട്ട് പോവാം. ഒരു കുഞ്ഞു വഴി തന്നെ ഉണ്ട്. അവിടെ നിന്ന് തിരിഞ്ഞൊരു വഴി നേരെ നോക്കി വന്നാൽ മതി. അടുത്തൊരു ഒരു പാറയിലെത്തിയിട്ടുണ്ട്. അടുത്തൊരു വ്യൂ പോയിൻ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അതെ, വ്യൂ പോയിൻ്റ് ആണ്. അത് ഇമ്മാനുവൽ കോളേജാണ് ആ കാണുന്നത്. ഇവിടെയും നല്ല ആഴത്തിലാണ് പാറകളുള്ളത്. ഈ പാറ പുറത്ത് പോയി കഴിഞ്ഞാൽ ഇതുപോലെ, ഇപ്പം മഴയുണ്ട്, ഇതുപോലെ ഈ വെള്ളം മിക്ക പാറയുടെ മുകളിലൊരു കുളം ഉണ്ടാവും. ഇവിടെ പക്ഷേ വെറൈറ്റി ആയിട്ട് ചെടികളൊക്കെ പൊളിച്ച് അടിപൊളിയായിട്ട് ഇപ്പോൾ ഉണ്ട്. നമുക്ക് ഗൂഗിളിനോട് ചോദിച്ചാലോ? ഇത് പക്ഷേ നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. കുറേ ഉണ്ട് ഈ വന്ന വഴിക്ക്, ഈ സംഭവം കുറേ ഉണ്ട്. നമുക്ക് എന്താണെന്ന് നോക്കാം. നമ്മുടെ ഡീറ്റെയിൽസ് കുറേ വന്നിട്ടുണ്ട്. തമിഴ്, ഹിന്ദിയിൽ, ഇംഗ്ലീഷിലും ഒക്കെ എഴുതിയിട്ടുണ്ട്. ബാൻറ്റോലിനാവോ എൻ്റെ പേര് എന്നെഴുതിക്കണം. പിന്നെ വേറെ 2-3 പേരുകൂടെ കാണിച്ചിട്ടുണ്ട്. സംഭവം ഇതാണ്. അവരല്ലല്ലോ, അതുപോലെ ഉണ്ടല്ലോ. ഡ്യൂപ്ലിക്കേറ്റ് അട്ടുന്നവരാണ്. മണയുണ്ട്? മണമില്ല. അപ്പുറത്തും ഒരു പാറയുണ്ട്. അങ്ങോട്ടും ഇനി അങ്ങോട്ടും ഒരു വഴി തിരിയുന്നുണ്ട്. വന്ന വഴി അറിയാലോ. അപ്പം മറക്കരുത്. ഒരുപാട് വെറൈറ്റി മരങ്ങൾ അറിയാമോ? അപ്പോൾ ഇത് ഏതെങ്കിലും ഇതാ ഉറപ്പാണോ? ആണോ? മരുത് വേറെ അതെനിക്കറിയാം. പാല ഇതറിയോ? മരുതാണോ? ഇതറിയാലോ. ഇത് ഈ കട്ടിയുള്ളതല്ലേ? പേഴ്. ഒരുപാട് വേറെ വെറൈറ്റി മരങ്ങളല്ലേ? മരങ്ങളും ചെടികളും ഇഷ്ടം പോലെ തന്നെ. കാട്ടുപുന്ന ഏതാണ് ഇത്? കാട്ടുപുന്ന. ഇതാണ് കറക്റ്റ് വ്യൂ പോയിന്റ് ചെല്ലരിട്ടിട്ടുള്ളതിൽ. അതെ, കുരിശ്. ശരിയാണ്. നമ്മൾ അവിടെ വന്നിട്ട് പോയിരുന്നെങ്കിൽ. ഇത് കാട്ടുപുന്ന. ഓക്കെ, അപ്പോൾ നമ്മൾ അവസാനം നെല്ലിക്കാമലയുടെ വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഈ കാണുന്ന അത്യാവശ്യം വൈഡായിട്ടുള്ള ഒരു വ്യൂ ആണ് നമുക്കിവിടെ നിന്നാണ് കിട്ടുന്നത്. പുറത്തോട്ട് നോക്കിയാലും ശരി, തൊട്ടപ്പുറത്താണ് നമ്മൾ നിന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വൈഡായിട്ടുള്ള എന്താണ് നെല്ലി. അതാണ്
അത്യാവശ്യം നല്ല വൈഡായിട്ടുള്ള വ്യൂ തന്നെ നമുക്ക് കാണാം. ഇവിടെ നിന്ന് നല്ല താഴോട്ട് നല്ല ആഴത്തിലാണ് സംഭവം. ഇവിടെ വേലികളൊന്നുമില്ല, അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ ആരും അങ്ങനെ ഇപ്പോൾ ഈ ഏരിയയിൽ ആരുമില്ല. അവിടെ ഒരു പള്ളി കാണാം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇമ്മാനുവൽ കോളേജ് അവിടെ കാണാം. പലയിടത്തായിട്ടും പല പള്ളികളുടെ ഗോപുരങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാം. പക്ഷേ ഏരിയ അറിയത്തില്ല. 1 2 3 റോഡ് 4 റോഡ് ഇവിടെ നിന്ന് കാണാൻ പറ്റും. വാഹനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. പിന്നെ കൃഷി സ്ഥലങ്ങൾ, ടവറുകൾ, പിന്നെ ഇങ്ങനെ ഇത്രയും വലിയ വൈഡായിട്ടുള്ള ഒരു വ്യൂ. പിന്നെ ഏതോ ഒരു സിറ്റിയാണെന്ന് തോന്നുന്നു. ആ സൈഡ് കുറേ വലിയ ബിൽഡിങ്ങുകൾ കാണാൻ പറ്റും, ഒരുപാട് പള്ളികൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ എന്താണെന്ന് അറിയാം, കുക്ക് ചെയ്തതല്ലേ അല്ലേ അപ്പോൾ ഇത്? അതെ, അപ്പോൾ ക്യാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വരുന്ന ആൾക്കാരുണ്ടാവും. എന്തായിരുന്നാലും മാപ്പിൽ ഒരു ട്രക്ക് ചെയ്യണതിൻ്റെ ഒരു പടമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നടന്നു വരുന്ന വഴികളും പിന്നെ ഒരുപാട് പറഞ്ഞ പോലെ ഒരുപാട് വെറൈറ്റി മരങ്ങളും ചെടികളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഉണ്ട്. വള്ളിച്ചെടികളും പൂക്കളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. പിന്നെ നെല്ലിക്കാമല, ഈ പേര് വരാൻ തന്നെ കാരണം ഇവിടെ ഒരുപാട് എല്ലാവരും പറഞ്ഞു കേട്ടാണ്, ഒരുപാട് നെല്ലിമര കൃഷി ഉണ്ടായിരുന്നു ഇവിടെ ഈ സൈഡിൽ. അപ്പോൾ അത് പിന്നീട് ശോഷിച്ച് ആ പേരങ്ങനെ നിലനിൽക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു നെല്ലിമരമെങ്കിലും കണ്ടില്ലെങ്കിൽ അതൊരു വിഷമായിപ്പോവും. ഇതാ നിൽക്കുന്നു, ഇത് നമ്മുടെ നെല്ലിയാണ്. ഒരു നെല്ലിമരം ഒന്നല്ലേ ഉള്ളൂ. ഇത് നെല്ലിമരമാണ്. പക്ഷെ അത് ആ ഒരെണ്ണമെങ്കിലും ഉള്ളത് വളരെ നല്ല കാര്യം. നെല്ലിക്കാമലയിൽ വന്നിട്ട് നെല്ലിമരം ഒന്നെങ്കിലും കണ്ടില്ലെങ്കിൽ അതൊരു വിഷമായിരുന്നു. അപ്പോൾ നെല്ലിമരം മാത്രമല്ല, ഒരുപാട് വേറെ മരങ്ങൾ കാണാൻ പറ്റും ഇങ്ങോട്ട് വരുമ്പോൾ. എന്താണ് ആ പൂവല്ലേ? കഴിക്കുമോ? വെള്ളറൊട്ടി. ഇത് വെള്ളറൊട്ടി എന്ന് പറയുന്ന സംഭവം കുഴക്കി കൊടുക്കുന്നതാണ്. ഇത് ആടൊക്കെ കഴിക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ നമ്മൾ പൊന്മുടിയിലൊക്കെ കാണുന്ന അതേപോലത്തെ പുല്ല് ഉണ്ട്. പിന്നെ ഇത് ഒരൈറ്റം പൂച്ചെടിയാണ്. ഇപ്പോൾ ഇതെന്താണ്, കടകളിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റുന്ന സംഭവമാണ്. ഇതൊക്കെ ചെടിച്ചട്ടിയിലാക്കി വെച്ചിട്ട് വിൽക്കുന്നുണ്ട്. പിന്നെ ഈ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വന്ന വഴി ഇതുവഴിയാണ് വന്നത്. പക്ഷേ ഒരു കാട്ടിനകത്തൂടെ പറഞ്ഞ ഒരു ഏരിയ ഉണ്ട്. ഇത് കുറച്ച് ദൂരം അവിടുന്ന് അങ്ങനെയാണ്. പക്ഷേ ഇത്രയും ഒരു സ്പേസ് എന്ന് പറയുന്നത് നല്ല രസമുണ്ട്. ഒരുപാട് മരങ്ങൾ ഇങ്ങനെ നിൽപ്പുണ്ട്. അവിടെ നിന്നാണ് ഇങ്ങോട്ട് നമ്മൾ പറഞ്ഞത്. അപ്പോൾ പോകുമ്പോൾ നമ്മളവിടെ ഒരു കുരിശ് വച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം ആരെങ്കിലുമൊക്കെ അറിയാമെന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്തേക്കും. ഇവിടെ ഈ കുരിശ് വെച്ചിട്ട് ഇവിടെ എപ്പോഴാണ് തീർത്ഥാടനം അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടാകുന്നു അറിയില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അറിയുമല്ലോ ബാക്കിയുള്ളവർ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു കുറ്റി ആണ്. ഇവിടെ അടുപ്പ് കൂട്ടി അല്ലെങ്കിൽ വിറവ് കൊണ്ടുവന്ന സംഭവങ്ങൾ. അപ്പോൾ ഇതൊക്കെ ക്യാമ്പ് ചെയ്ത് അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വന്നിട്ട് ഇവിടെ സ്റ്റേ അടിച്ചിട്ടുണ്ടാവും. പിന്നെ നമ്മളിത് എടുക്കുന്നത് 12-ാം തീയതിയാണ്, ജൂൺ 12-ാം തീയതിയാണ് നമ്മളിത് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് കുരിശിൻ്റെ അടുത്തേക്ക് പോകണം. ഈ സൈഡ് ഒരുപാട് മരങ്ങളുണ്ട്. ഇവിടെ അതുപോലെ തന്നെ പാറ കഷ്ണങ്ങൾ ഉണ്ട്, പുല്ലുകൾ അങ്ങനെ തുടങ്ങി ഒരുപാട് അങ്ങനെ ഒരുപാട് തുടങ്ങി നല്ല കാഴ്ചകൾ. പിന്നെ രാവിലെയാണ് നമ്മളിപ്പോൾ 6 മണി അടുപ്പിച്ചാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. ഇപ്പോൾ 7:30 7:45 ആവുന്നേ ഉള്ളൂ. ഇത് കാണുന്ന ദ്രവ്യപ്പാറയാണെന്ന് തോന്നുന്നു ആ ഷേപ്പ് കണ്ടിട്ട്. അപ്പോൾ ഒരു നല്ലൊരു ആംബിയൻസ്, മഴയും കൂടെ പെയ്തുകൊണ്ട് ഇപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ കണ്ട കുരിശ്. അപ്പുറത്തേക്കൊക്കെ സ്ഥലമുണ്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഇത് നമ്മളൊരു ഇതിൻ്റെ മുകളിൽ തന്നെ ഒരു വലിയൊരു കുരിശ് നിർത്തിയിട്ടുണ്ട്. ഒരു കാണിക്ക വഞ്ചിയുണ്ട് അതിനകത്ത്. ആടിനെ
ഇവിടെ അടുപ്പ് കൂട്ടിയിട്ടുണ്ട്. അടുപ്പ് പലയിടത്തായിട്ട് കൂട്ടിയിട്ടുണ്ട്. ആ ക്യാമ്പിങ് പറഞ്ഞവർ സെറ്റ് ചെയ്തായിരിക്കും. അപ്പോൾ ഇതാണ് നെല്ലിക്കമലയിൽ മനോഹരമായിട്ടുള്ള വ്യൂ. അമ്പൂരിയിൽ അല്ലെങ്കിൽ വെള്ളട സൈഡിലൊക്കെ ഒരുപാട് ഇതുപോലത്തെ സ്ഥലങ്ങളുണ്ട്. കുറേയൊക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ എന്തായിരുന്നാലും കാണുക, അഭിപ്രായങ്ങൾ പറയുക. ഇത് നമ്മൾ രാവിലെ സമയത്ത് വന്ന ഒരിതാണ്. മഴയും കൂടെ പെയ്തുകൊണ്ട് അടിപൊളി ക്ലൈമറ്റ് ആയിട്ടുണ്ട്. ഉച്ച സമയത്തൊക്കെ നല്ല വെയിലായിരിക്കാം മിക്കവാറും. പിന്നെ അപ്പോൾ ഇത്രയും മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് നമുക്ക് ഈ നെല്ലിക്കാമല നൽകുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു ചെറിയൊരു സോങ് കൂടെ വായിച്ചിട്ട് പോകുന്നുണ്ട്. അത് നമ്മുടെ എൻ്റെ തന്നെ ഗ്രേസ് മീഡിയ, പ്രശാന്ത് ഗ്രേസ് മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലിൽ ഇൻസ്ട്രുമെൻ്റ് മ്യൂസിക് വരുന്നുണ്ട്. അപ്പോൾ അതിലൊരു മെലോഡിക്കൽ ഒരു സോങ് കൂടെ വായിച്ചിട്ട് ഇവിടെ നമ്മൾ ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ കേരള ട്രിപ്പ്, ഓൾ കേരള ട്രിപ്പ് ഉടനെ തന്നെ വരുന്നുണ്ട്. ഈ മാസം അവസാനത്തോടു കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. കേരളത്തിലെ 14 ജില്ലകളും കറങ്ങി വരുന്ന ഒരു ട്രിപ്പാണ്. അപ്പോൾ നിങ്ങൾ എന്തായിരുന്നാലും നമ്മുടെ വീഡിയോകൾ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഇനിയും നമ്മുടെ ചാനൽ കുറച്ചുകൂടെ വളരേണ്ടതുണ്ട്. അപ്പോൾ എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളിനി ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇനി തൊട്ടടുത്ത് തന്നെ 1-2 സ്ഥലം ഉണ്ട്. പറ്റുകയാണെങ്കിൽ അവിടെ ഇറങ്ങിയിട്ട് പോകും. എങ്കിൽ അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്ക് കാണാം. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് പോകുന്നത് ഞാനും പപ്പയാണെന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ചാനലിലെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വിശേഷമായിട്ട് കാണാം. ബൈ.